ഹലോ വെൽക്കം ടു ത്രെഡ്സ് വേൾഡ്. അപ്പോൾ കുറേയായി ഒരുപാട് തിരക്കായതുകൊണ്ടാണ് വീഡിയോ ഇടാനൊന്നും പറ്റാഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കോളർ എങ്ങനെ കട്ട് ചെയ്യാം, അതുപോലെ എങ്ങനെ ഷർട്ടിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുക എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാം. ആദ്യം തന്നെ ക്യാൻവാസിലേക്ക് ആവശ്യമായ ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ 14 ഇഞ്ച് ലെങ്ത്തുള്ള കോളറാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ക്യാൻവാസ് രണ്ടായി മടക്കി 7 ഇഞ്ചിൽ സ്ട്രെയിറ്റായി വരഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുഭാഗത്ത് 2 ഇഞ്ച് വെച്ച് ഒരു മാർക്ക് വരയുക. ഇനി ആ ഒരു ഭാഗത്ത് നിന്ന് സൈഡ് ഭാഗത്തേക്ക് 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് സെൻറ്റർ ഭാഗത്തേക്ക് ഒരു സ്ലോപ്പ് ഇട്ട് കൊടുക്കുക. അതേപോലെ സെൻറ്റർ ഭാഗത്തിൻ്റെ ആ ഒരു ഭാഗത്ത് 1.25 ഇഞ്ചാണ് ലെങ്ത് എടുക്കുന്നത്. ഇനി കോളറിൻ്റെ ടോട്ടൽ ലെങ്ത്തിൻ്റെ പകുതി എടുക്കുക. അതായത് 7 ഇഞ്ചിൻ്റെ പകുതി 3.5 ഇഞ്ചിലൊരു മാർക്ക് കൊടുത്ത് അവിടെ 1/2 ഇഞ്ച് അധികം എടുക്കേണ്ടതുണ്ട്. ഇനി ആ ഒരു സൈഡ് ഭാഗത്തേക്ക് 1/2 ഇഞ്ചിൽ തന്നെ താഴ്ന്ന് മേലെ വശത്തേക്ക് കൊടുക്കുക. അതിനുശേഷം ആ ഒരു നടുഭാഗം മാർക്ക് ചെയ്തതിൻ്റെ എടുക്കുക, സ്ട്രൈറ്റായി വരയുക. അതേപോലെ ആ ഒരു സെൻറ്റർ ഭാഗത്തേക്കും സ്ട്രൈറ്റായി വരഞ്ഞു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പാണ് കോളറിൻ്റെ താഴെ ഭാഗം കിട്ടേണ്ടത്. ഇനി കോളറിൻ്റെ മേലത്തെ വശമാണ്. അപ്പോൾ ഇവിടെ താഴെ ഭാഗം മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ചോ 1.25 ഇഞ്ചോ ഒരു ഗ്യാപ്പ് ഇട്ടാണ് മേലവശത്തേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1.25 ഇഞ്ചിലാണ് കൊടുത്തത്. അതിനുശേഷം അവിടെ നിന്ന് മേലോട്ടേക്ക് ചെറിയ സ്ലോപ്പ് ഇട്ട് കൊടുക്കുക. അതായത് കോളറിനൊക്കെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിൽ എത്രയാണോ നല്ല ഷേപ്പ് വേണമെങ്കിൽ നന്നായി ക്രോസ് ചെയ്തെടുക്കുക. അല്ലാത്തത് കുറച്ച് ഷേപ്പ് ചെയ്താൽ മതിയാകും. ഇനി അവിടെ നിന്ന് സെൻറ്റർ ഭാഗത്തുനിന്ന് കോളറിൻ്റെ മേലവശത്തേക്കും 1.25 ഇഞ്ച് തന്നെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ നിന്ന് സ്ട്രെയിറ്റായി വരഞ്ഞ് കൊടുക്കേണ്ടതാണ്. ഇത്രയുമാണ് കോളറിൻ്റെ മാർക്കിങ്. ഇനി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കോളറിൻ്റെ കട്ടിങ് വരുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടുന്നതാണ്. ഇനി ഈ ഒരു ഭാഗം തുണിയിൽ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലൊരു ഷേപ്പിൽ വേറൊരു പീസും കട്ട് ചെയ്ത് ഒട്ടിച്ചതിൻ്റെ മേലെ ഭാഗത്തെ കൂടെ, അതായത് സൈഡ് ഭാഗത്ത് കൂടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഇനി തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്നതിന് മുൻപായി ആ ഒരു കോണ് പോലെയുള്ള ഭാഗത്തൊക്കെ നന്നായി കട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ കറക്റ്റായി പോയിന്റ് നിൽക്കുന്നതല്ല. അപ്പോൾ ഇതുപോലെ കത്രികയോ അല്ലെങ്കിൽ ചവണയൊക്കെ പോലുള്ള സാധനം എടുത്ത് ഒന്ന് പോയിന്റ് കറക്റ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ മേലവശത്ത് കൂടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം.
ഇത്രയാണ് കോളറിൻ്റെ മേലെ ഭാഗം. ഇനി താഴെ ഭാഗം, അതായത് ഷർട്ടിലേക്ക് വെക്കുന്ന ഒരു ഭാഗത്തിൻ്റെ സൈഡ് ചെയ്തെടുക്കാം. അതിനായി ആ ഒരു വെക്കുന്ന ഭാഗത്ത്, ജോയിൻ ചെയ്യുന്ന ഭാഗത്തുള്ള പീസ് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വേറൊരു എക്സ്ട്രാ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ മേലെ വെച്ച് കോളർ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വേണം സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ സെൻറ്റർ ഭാഗം കറക്റ്റായി വെച്ച് വേണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി. ഇനി അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് കോളറിൻ്റെ ഭാഗം നമുക്ക് കിട്ടുന്നത്. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത് ഷർട്ടിൻ്റെ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ സെൻറ്റർ ഭാഗത്തുനിന്ന് ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മറ്റൊരു ഭാഗം അവിടെ നിന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ കറക്റ്റായി കോളർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ മറ്റൊരു വശവും ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഉള്ളിലേക്കാക്കി മേലെ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഫൈനലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് നൂലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഉള്ളിലേക്ക് കവർ ചെയ്ത് മേലെ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ അതിൻ്റെ മേലെ വശത്തു കൂടെയും ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല, എന്നാലും ഒരു കോളറിൻ്റെ ഫിനിഷ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ തന്നെ ഷർട്ടിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത് തന്നെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം.